അതിന്റെ പിന്നിൽ നമ്മളെ നയിക്കുന്ന അദൃശ്യമായ ഒരു ശക്തിയുണ്ട്. ഇതില്ലാതെ ഒരാളും സക്സസ് ആയിട്ടില്ല. ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ വലിയ ഒരു സന്യാസി വരികയാണ്, ഒരു യോഗി. അദ്ദേഹം ആശ്രമത്തിൽ നിന്ന സമയത്ത് ആ ആശ്രമത്തിൽ ഉണ്ടാകുന്ന ഒരു യോഗിയുടെ ആത്മാവ് അദ്ദേഹത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. ഈ ലോകത്ത് മൊത്തം പോയി അദ്ദേഹത്തിന് അഖണ്ഡ സാമ്രാജ്യ യോഗമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ജാതകമൊക്കെ, അതായത് 1950 ആണ്ട് പ്രധാനമന്ത്രിയുടെ ജാതകം നോക്കിയിട്ട് ഇത് എനിക്ക് അറിയാവുന്നതിന്റെ പേരിൽ മാത്രമാണ് എനിക്ക് സക്സസ് ആവാൻ പറ്റുന്നത്. ഇതുപോലെ എല്ലാവർക്കും സക്സസ് ആവാൻ പറ്റും. ഞാൻ ഇപ്പോഴും പെട്ടിക്കടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറയണം, നിന്നെ ഞാൻ ഭയങ്കരമായിട്ട് വളർത്തിത്തരാം, നിന്നെ മറ്റേ ഇത് ചെയ്ത് അതാക്കി തരാം. ഒന്നും ആക്കാൻ പറ്റൂല. ഞാൻ എന്നെ ആണ് പരീക്ഷണ വസ്തുവാക്കി എടുത്തിരിക്കുന്നത്. ഞാൻ എന്നിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പ്രയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് സക്സസ് ആവണേ. ഇപ്പൊ സ്വന്തം കൈ നോക്കിയിട്ട് എന്തെങ്കിലും പ്രിഡിക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അവള് വേറെ പയ്യനെ കണ്ടു പോയെന്ന് പറഞ്ഞിട്ട് വല്ല അതിശയം ഉണ്ടാ? ഇത് കഴിഞ്ഞിട്ട് എന്റെ കൈയൊന്നും നോക്കണം. ഞാൻ പറയണത് ഇത്രയും കറക്റ്റ് ആയിട്ട്. അപ്പൊ നമുക്കൊരു കുട്ടി എഞ്ചിനീയറിങ്ങിന് പോകണം, അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. മെഡിസിന് പോകണം, ഇല്ല അവന് സിവിൽ സർവീസിന് പോകാൻ യോഗമുണ്ടോ, അവന് മറ്റെങ്കിൽ സയന്റിസ്റ്റ് ആവാൻ യോഗമുണ്ടോ, അവന്റെ മേഖല എന്താണ്? അപ്പൊ നമുക്ക് തന്നെ മേഖല കയ്യിലേ അറിയാൻ പറ്റുള്ളൂ. ആ മേഖലയിൽ അവനും കൂടി ഇൻട്രസ്റ്റ് ഉള്ളത്. ഇപ്പൊ നമ്മൾ ഉദാഹരണം എഞ്ചിനീയർ ആവാനുള്ള ചട്ടുകാകൃതി കൈ. ഇപ്പൊ 7 ഡിഫറെന്റ് ടൈപ്പ് ഹാൻഡ്സ് ഉണ്ട്. അതിൽ സെക്കൻഡ് ടൈപ്പ് കൈയാണ് ചട്ടുകം, ലാഡിൽ ഷേപ്പ് ഹാൻഡ്സ്. അപ്പൊ ചട്ടിക കൈ ഒരാളിന് വന്നാൽ ചട്ടിക കൈക്കാർക്ക് പറഞ്ഞിട്ടുള്ള മേഖലയുണ്ട്. എന്തൊക്കെയാണ്? എഞ്ചിനീയേഴ്സ്, അതുപോലെ കണ്ടുപിടുത്തക്കാര്, അതായത് പോലീസ് ഓഫീസേഴ്സ് തൊട്ട് സയന്റിസ്റ്റ് തൊട്ട് ക്രിയേറ്റിവിറ്റി ഉള്ളവനാണ് അവൻ. അവൻ എപ്പോഴും അവന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഈ പുസ്തകം കുത്തിയിരുന്ന് വായിച്ചുള്ള ബുദ്ധി ആയിരിക്കില്ല. ആ കൈക്കാരനെ നിങ്ങൾ ആരോ വേണോ ചട്ടിയ കൈയാണെന്ന് ശ്രദ്ധിച്ച് അവനെ മനസ്സിലാവും. അവൻ ഭയങ്കരമായ ബുദ്ധിമാനാണ്. പക്ഷെ അവൻ ആ ബുദ്ധി ഒരിടത്ത് മാത്രം ഇങ്ങനെ ഒന്നിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവനല്ല. അവന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു സാധനം പൊളിക്കുന്ന മാത്രമല്ല, അവൻ തിരിച്ച് സെറ്റ് ചെയ്യുകയും ചെയ്യും. കൊച്ചു കുട്ടികൾ തന്നെ നമുക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും. അവൻ പുസ്തകം എടുത്ത് വെച്ച് അവനെ വായിക്കാൻ പറഞ്ഞ് വായിച്ചാൽ അവൻ അത് മടക്കി വെച്ചിട്ട് അവൻ്റെ വെളിയൊക്കെ പോകും. ബാക്കി കാര്യത്തിലെല്ലാം അവൻ ആക്റ്റീവായിരിക്കും. എന്ന് വെച്ചാൽ അവന് ബുദ്ധിയില്ലേ. അപ്പോൾ അവൻ്റെ കൈക്ക് പറഞ്ഞിരിക്കണം. അപ്പം അവന് ഏതാണ് അവന് ഇഷ്ടമുള്ള മേഖല? ഇതിലെല്ലാം അവൻ ശോഭിക്കും. അവനൊരു പോലീസുകാരനായിട്ട് അല്ലെങ്കിൽ പോലീസ് ഓഫീസറായിട്ട് പോകാനുള്ള യോഗമുണ്ട്. അതിലവനെ തിരിച്ചുവിടാം. സയന്റിസ്റ്റ് ആയിട്ട് പോകാനാണ് അവന് താല്പര്യം, അവനതിൽ തിരിച്ചുവിടാം. ഈ യവനെ പിടിച്ചുകൊണ്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കൊണ്ടുപോയാൽ യവൻ ചിലപ്പം ബുദ്ധിയുള്ളവൻ്റെ പേരിലും ട്യൂഷൻ സാറിന് വെച്ചു കൊടുത്തതിൻ്റെ പേരിലും നല്ല സ്കൂളിൽ കൊണ്ട് ചേർത്തതിൻ്റെ പേരിലും യവൻ ചിലപ്പം പഠിച്ചിരിക്കും. അവൻ ഡിഗ്രി എടുത്ത് ഇറങ്ങുകയും ചെയ്യും. പക്ഷെ അവൻ പ്രാവർത്തികമാക്കൂല. അങ്ങനെയാണ് പലരും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഈ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പഠിക്കുന്നതിന് മുമ്പ് ഏത് വിഷയം പഠിക്കണമെന്ന് എത്രാമത്തെ വയസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജനിച്ചപ്പോഴേ കയ്യിൽ വരയ്ക്കല്ലേ? അതിന് പ്രായം എന്തിന്? അപ്പൊ പഠിക്കാൻ വിട്ടാൽ മതി. ഇപ്പൊ ആളുകളെല്ലാം ചിലർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പോലെയാണ്, എത്ര വയസ്സിൽ ജാതകം എഴുതണം, എത്ര വയസ്സിൽ കൊച്ചുങ്ങളെ നോക്കണം എന്നല്ല. പിന്നെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ 18 വയസ്സ് ജ്യോതിഷശാസ്ത്രത്തിൽ പറയുന്ന 18 വയസ്സ് വരെ വരുന്ന കുട്ടികളുടെ ഫലം മാതാപിതാക്കൾക്കും 60 വയസ്സിന് ശേഷം വരുന്ന മാതാപിതാക്കളുടെ ഫലം ഏത് മക്കളെ കൂടെ നിൽക്കുന്നുവോ മക്കൾക്ക് ലഭ്യമാവും എന്ന് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോക്ക് 18 വയസ്സ് കഴിയിട്ട് എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ ഈ കൊച്ചിലെ നമ്മൾ തിരിച്ചിട്ട് ആ ചെറുപ്രായത്തിലെ തന്നെ അവർക്കൊരു വഴി കാട്ടി നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ, വഴി തിരിച്ച് വിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവരതിൽ സക്സസ് ആവും. ഇത് പാരൻസ് ചെയ്യണ എന്താണ്? കുട്ടിയോട് ചോദിക്കും. അവൻ ചിലപ്പം 1ാം ക്ലാസ്സിൽ ഒക്കെ പഠിക്കുമ്പോൾ നമുക്കവിടെ ഒരു കൊച്ചുമായുണ്ട്. അവൻ 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ്റെ കൂടെ ഇപ്പോൾ എന്ത് ചോദിക്കാൻ പറയും? എനിക്ക് അച്ഛനെ പോലെ ആയാൽ മതി, അത് എന്നെ പോലെ ആവണം, അപ്പോൾ ആവണം, എനിക്ക് അതുപോലെ ആയാൽ മതി. അപ്പോൾ ഞാൻ ഒരു സ്കൂളിൻ്റെ മാനേജറാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ചോദിച്ചു, മോന് എന്താവണം ഇതിലൊക്കെ? എനിക്ക് പ്രിൻസിപ്പളോ ടീച്ചറോ ഒന്നും ആവണ്ട, എനിക്ക് മാനേജറായാൽ മതി. മാനേജറായാലേ നിങ്ങളൊക്കെ തൊഴുവുള്ളൂ. നമ്മൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞ് അവൻ ഒരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ആയാൽ അവന് ഇപ്പോൾ ഇൻട്രസ്റ്റ് മറ്റേ ഇത് കളിയിലോ കാണും. ഇപ്പം പറഞ്ഞ വോളിബോൾ, ഫുട്ബോൾ കളിക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടി കളിയിൽ ഫുട്ബോൾ കളിക്കണം. എന്തുമാത്രം സ്ഥലത്ത് പോകാമെന്നുള്ളത് എത്രമാത്രം കളിക്കാൻ പറ്റും? അപ്പോൾ അതില്ലെങ്കിൽ എനിക്ക് പോലീസ് ആവണം. ഇത് കഴിഞ്ഞ് ഒരു 5ാം ക്ലാസ്സിലേക്ക് പോയി കുട്ടിയോട് ചോദിച്ചാൽ അവൻ ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പം പറയണേ. ഇങ്ങനെ ഓരോ ക്ലാസ് കഴിഞ്ഞ് ഇവൻ പോകുന്നതനുസരിച്ച് ഇവൻ്റെ ഐഡിയകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോഴവൻ ചിലപ്പോൾ ആരെ മോഡലാക്കുന്നോ, അപ്പോഴ് കാണുന്ന കാര്യങ്ങൾ, അപ്പോഴാരെ സക്സസ് ആയ കാര്യങ്ങൾ, ഇതൊക്കെ അവൻ്റെ മനസ്സിലേക്ക് കയറിയിട്ട് ഇവൻ മാറി പോകും. അപ്പോൾ പേരൻസ് തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലാവും.
ഇതിൽ അച്ഛനും അമ്മയ്ക്കും ഒരാഗ്രഹം കാണും, എനിക്ക് ഡോക്ടറാവാൻ പറ്റിയില്ല, മീൻസ് ഞാൻ വളരെ ആഗ്രഹിച്ചു ഡോക്ടറാവണമെന്ന്. അന്നത്തെ സാഹചര്യം കൊണ്ട്, എൻ്റെ ബുദ്ധിമോശം കൊണ്ടും, അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിയും കൂടി വേണമല്ലോ, ഡോക്ടറാവണമെന്ന് ആഗ്രഹിച്ചപ്പോഴല്ലോ ഞാൻ പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ മോനെ ഡോക്ടറാക്കണം. അപ്പോൾ ഇവരുടനെ തന്നെ മോളെ അല്ലെങ്കിൽ മോനെ ഡോക്ടറാക്കാനായിട്ട് അപ്പോഴേ ശ്രമം തുടങ്ങി. ഈ കുട്ടിക്കോ ഇതിനൊരു യോഗം ഉണ്ടോ എന്ന് പോലും രക്ഷകർത്താക്കൾ നോക്കാറില്ല. ഇപ്പോഴേ അവനെ കണ്ണുപിടിച്ച് അവനെ അങ്ങോട്ട് സയൻസ് എടുത്ത് പഠിപ്പിച്ചു, അത് കഴിഞ്ഞ് അങ്ങോട്ട് വന്നു, സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു, പിന്നെ കയ്യിൽ പൈസ എല്ലാം ഇല്ലെങ്കിൽ തന്നെ ലോൺ എടുത്തോ വസ്തു വിറ്റോ എവിടെയെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റ് വാങ്ങിക്കും. ഈ കുട്ടിയെ കൊണ്ട് അവിടെ ചേർക്കും. ഫസ്റ്റ് ഇയർ അനാട്ടമിയാണ്, വളരെ പാടാണ് പഠിച്ചു വരാൻ. ഫസ്റ്റ് ഇയർ തന്നെ അവൻ 3 വർഷം പഠിച്ചിട്ട് മതിയാക്കിയിട്ട് ഇഞ്ഞ് പോരും. അനാട്ടമി ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ 5 വർഷത്തിനകത്ത് എപ്പോഴെങ്കിലും എഴുതിയെടുത്താൽ മതി. ഇപ്പോൾ അങ്ങനെയല്ല, ഫസ്റ്റ് ഇയർ പാസ് ചെയ്താലേ സെക്കൻഡ് ഇയറിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നേരെ കളഞ്ഞിട്ട് ഇഞ്ഞ് പോരും. ഈ 3 വർഷവും പോയി ഈ കുട്ടി മാനസിക രോഗിയാവും. സംഭവിച്ചെന്നോ, ഇവനെ കൊണ്ട് പറ്റിയില്ല. ഇവന് 3 വർഷം 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടും എത്ര കുട്ടികൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നറിയാമോ? നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ മേഖലയേ അല്ല മെഡിസിൻ, അവൻ്റെ കയ്യിൽ എഴുതി വെച്ചിരിക്കുന്ന മേഖലയേ അല്ല, അവനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മേഖലയിലേക്ക് അവനെ പിടിച്ചോണ്ട് പോകും. ഇങ്ങനെ പേരൻസ് പലപ്പോഴും അവരുടെ അശ്രദ്ധ കൊണ്ട് കുട്ടികളെ തിരിച്ചുവിട്ട് കുട്ടികളെ ഭാവി ഇല്ലാതെയാക്കും. നമ്മൾ പേരൻസിനെ കുറ്റം പറയണല്ലേ, നമ്മളാഗ്രഹം നമ്മളെല്ലാവരെയും മക്കളെ നമ്മൾക്ക് പറ്റാത്തത് നമ്മളെ മക്കളിലൂടെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുക. ഏതെങ്കിലും മക്കൾ മോശമാവണമെന്ന് ഒരു രക്ഷകർത്താക്കളും ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് ആളുകളെല്ലാം പറയും കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. കാക്കയിലോട് ചോദിക്കണം ലോകത്ത് ഏറ്റവും നല്ല സുന്ദരനായ കുഞ്ഞ് ഏത് ആണ് എന്ന് ചോദിച്ചാൽ കൊക്കിൻ്റെ കൂടെയാണ് ചോദിക്കണേ. എൻ്റെ മോനാണ് സുന്ദരനും നല്ല വെളുത്തവനെന്ന് കാക്ക പറയും. അത് എല്ലാ രക്ഷകർത്താക്കളും അങ്ങനെയാണ്, എൻ്റെ മക്കൾ നല്ലവരാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ വരാതെ നമുക്ക് ഇതിനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഏത് മേഖലയാണ് പറഞ്ഞിരിക്കുന്നോ അതിൽ അവരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിൽ ഒരു ജ്യോതിഷവും വേണ്ട. ഇപ്പം ഭാരത ജ്യോതിഷം ഞാൻ പറഞ്ഞു, ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലുള്ളതിൽ ഒരു വിഭാഗക്കാരാണ് ജാതകം തയ്യാറാക്കണേ തന്നെയല്ലോ. അതെ, അല്ലാത്തവർക്ക് ജ്യോതിഷം അവർ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ചിലപ്പം സർട്ടിഫിക്കറ്റിലോ ചിലപ്പോൾ എവിടെയെങ്കിലും മാമദിവസം മുക്കിയതോ മറ്റെടുത്തോ മറിച്ചെടുത്തോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ കയ്യിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, പക്ഷെ ടൈമൊന്നും അറിയില്ല. അപ്പോൾ അവരെങ്ങനെ ഫലം അറിയുന്നു? ഞാൻ ഈ രാജ്യത്തെല്ലാം പോകുമ്പോൾ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ അങ്ങ് 5 ലക്ഷത്തിൽ പരം ആളുകളുടെ കൈ നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും സ്വന്തം കൈ നോക്കിയിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? 100%. ഞാൻ അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ വളരെ എന്ന് പറഞ്ഞാൽ ഒരു ആശ്രമത്തിൽ, ഒരു ഗുരുവിൻ്റെ ആശ്രമത്തിൽ ചാക്ക് വിരിച്ച് ചാണാൻ വഴിയ സ്ഥലത്ത് കിടന്ന് വളർന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അന്നത്തിന് വഴിയില്ല, വസ്ത്രത്തിന് വഴിയില്ല, ഒരു നിവർത്തി, ഒരു ഗതിയും പരഗതിയില്ല. അങ്ങനെ കിടന്ന് വളർന്ന ഞാൻ ഈ ശാസ്ത്രം പഠിച്ചതിന് ശേഷം ഞാൻ ഓരോന്ന് ചെയ്യുന്നതും എൻ്റെ കൈ നോക്കിയിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ മെയിനായിട്ട് നോക്കണത് എൻ്റെ കൈയാണ്. അപ്പോൾ സ്വന്തം കൈ നോക്കിയിട്ട് ഭാവി പ്രഡിക്റ്റ് ചെയ്തിട്ട് അതിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? പിന്നെ എനിക്കത് നല്ലത് വരാൻ പോകണം. ഞാൻ ഗിന്നസ് കിട്ടിയപ്പോഴും ഏഷ്യ ബുക്ക് റെക്കോർഡ് വാങ്ങിച്ചപ്പോഴും ഒക്കെ എൻ്റെ കൈ നോക്കിയിട്ട് എനിക്ക് കൊള്ളാന്നുള്ള സമയത്ത് മുൻകൂട്ടി അറിഞ്ഞിരുന്നു. ഞാൻ നോക്കിയിട്ടല്ലേ ആ സമയം എടുത്ത് ഞാൻ ചെയ്തത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എല്ലാം എഴുതി വെച്ച് അതിനെ പ്രാവർത്തികമാക്കിയത് ഈ സമയം വരുന്ന സമയത്ത് ഞാൻ ചെയ്യാറുള്ളൂ. ഞാനൊരു വീട് വെച്ചതാവട്ടെ, ഇപ്പോൾ ദുബായിലെ സ്ഥാപനം തുടങ്ങിയതാവട്ടെ, എല്ലാം ഞാൻ നോക്കിയിട്ടേ ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്നെയാണ് പരീക്ഷിക്കുന്നത്, ഞാൻ എന്നെയാണ് നോക്കുന്നത്, അല്ലാതെ ഞാൻ നാട്ടുകാരെ നോക്കിയിട്ടല്ല. ഞാനിപ്പോൾ എല്ലാവർക്കും പറയാം ഇങ്ങനെ ഒരുപാട് ശാസ്ത്രങ്ങളിലൂടെ അത് ചെയ്യാം, ഇത് ചെയ്യാം, മറ്റത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന എവിടെയാണ്? ഞാനിപ്പോഴും പെട്ടിക്കടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറയാണ് നിന്നെ ഞാൻ ഭയങ്കരമായിട്ട് വളർത്തിത്തരാം, നിന്നെ ഇത് ചെയ്ത് അതാക്കി തരാം. ഒന്നും ആക്കാൻ പറ്റില്ല. ഞാൻ എന്നെ ആണ് പരീക്ഷണ വസ്തുവാക്കി എടുത്തിരിക്കുന്നത്. ഞാൻ എന്നിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളെ പ്രയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് സക്സസ് ആവണേ. ഇപ്പൊ സ്വന്തം കൈ നോക്കിയിട്ട് എന്തെങ്കിലും പ്രൊഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഞാൻ പ്രൊഡിക്റ്റ് വെച്ച് എനിക്കതാ നല്ല സമയം വരാൻ പോവാണ്. ഞാൻ വലിയൊരു പ്രോജക്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇനി. എനിക്ക് 2-4 മാസം കൂടി കഴിയുമ്പോൾ അവളുടെ ബെസ്റ്റ് സമയം വരെയാണ്. അതിപ്പോഴേ മുൻകൂട്ടി ഞാൻ കണ്ടിട്ട് ഞാൻ എൻ്റെ എല്ലാ പ്രാരംഭ പരിപാടികളും കഴിഞ്ഞു. ആ സമയമായിട്ടേ ഞാൻ തുടങ്ങുകയുള്ളൂ. ഇത് എനിക്ക് അറിയാവുന്നതിൻ്റെ പേരിൽ മാത്രമാണ് എനിക്ക് സക്സസ് ആവാൻ പറ്റുന്നത്. ഇതുപോലെ എല്ലാവർക്കും സക്സസ് ആവാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ ശാസ്ത്രത്തിലൂടെ നമുക്ക് പറ്റും പോലെ ഓരോ ഒന്നിലൂടെയും പറ്റില്ല. ഇപ്പോൾ ഒരു വഴി നമ്മളെല്ലാവർക്കും, പിന്നെ ഓരോരുത്തർക്കും ഓരോ മേഖലയുണ്ട്. ഇപ്പം നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചതുപോലെ ഓരോ ആൾക്കാർക്ക്
ഈ സമയവും നല്ലതും കേസരി യോഗവും ഗജകേസരി യോഗവും ചക്രവർത്തി യോഗവും മറ്റതും മറിച്ചതും ഒക്കെ കാണും. യോഗങ്ങളൊക്കെ ഒരുപാട് പേർ കാണും. യവൻ ചിലപ്പോൾ ഇവിടെ മാത്രമേ അറിയപ്പെടുകയുള്ളൂ. ഇവിടെ അവന് 1-2 ഗജകേസരി, 1-ലധികം വീട്, വാഹനം, കീഴ് ജീവനക്കാർ ഒക്കെ കാണും. അത് ഇവിടെ ഇതിൻ്റെ അപ്പുറത്തെ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ അവിടെ വേറെ ഗജകേസരി യോഗമുള്ളത് കാണും. അപ്പോൾ ഇങ്ങനെ കാണും. ഇവനെ പിന്നെ ആരും അറിയപ്പെടുകയൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഒരാൾ ഏതെങ്കിലും രീതിയിൽ ഫേമസ് ആവണമെങ്കിൽ അവന് ഇതല്ലാതെ അവന് മറ്റെന്തെങ്കിലും ഘടകം കൂടി ഉണ്ടാവും. ഞാൻ എത്രയോ പേര്, എത്ര വലിയ വലിയ ആൾക്കാരെ, അതായത് രാജകൊട്ടാരം തൊട്ട് വിദേശ രാജ്യം കൊട്ടാരം തൊട്ട് വലിയ, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ഒരുപാട് ആളുകളെ കൺസൾട്ട് ചെയ്ത അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അവരെ എല്ലാം പിന്നിൽ ഏതെങ്കിലും ഒരു ദൈവീയ ശക്തിയുടെ കഴിവുണ്ടാവും, പ്രശസ്തി, അവരൊക്കെ സപ്പോർട്ടുണ്ടാവും. അത് ചിലപ്പോൾ കുടുംബമൂർത്തിയാവാം, ചിലപ്പോൾ മാതാപിതാക്കളുടെ ഏതെങ്കിലും ശക്തരായിട്ടുള്ള ഒരു ആത്മാവാം. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവരെ ഉയർച്ചയ്ക്ക് കാരണം. അങ്ങനെ പിന്നിൽ അത്തരത്തിലുള്ള ശക്തി എത്രയോ. പിന്നെ ഈ ആത്മാക്കൾ, നമ്മൾ ജന്മം എടുത്ത് പോകുന്ന ആത്മാക്കളാണല്ലോ എല്ലാം. ഈ ആത്മാവ് ആണ് എല്ലാവരിലും പ്രവർത്തിക്കുന്ന സാധനം. ഈ ആത്മാവ് ഈ ആളുകളെ പോലെ, നമ്മൾ ഇന്ന് പ്രപഞ്ചത്തിൽ കാണുന്ന ആളുകളെ പോലെ തന്നെയാണ് ആത്മാവ്. ഇതിൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ശക്തരായിട്ടുള്ള ആൾക്കാരുണ്ട്, ആത്മാക്കളുണ്ട്, ശക്തി ഇല്ലാത്ത ആത്മാക്കളുണ്ട്, മറ്റ് ആത്മാക്കളെ സംരക്ഷണയിൽ കഴിയുന്ന ആത്മാക്കളുണ്ട്. ഇപ്പോൾ ഒരാളുടെ കീഴിൽ കുറേ പേര് ജോലി ചെയ്ത് ജീവിക്കുന്നില്ലേ, ഇതേപോലെ ആത്മാക്കളുണ്ട്. ആത്മാക്കൾക്കുണ്ട് ശക്തിയും അശക്തിയൊക്കെ. ആത്മാക്കളെല്ലാം ഒരേപോലെ അല്ല. ആത്മാവിൻ്റെ ശക്തിക്കനുസരിച്ച്, നമ്മളെ കർമ്മഫലം അനുസരിച്ചാണ് ആത്മാവിൻ്റെ ശക്തി. ഇതിൽ നല്ല ശക്തരായ ആത്മാക്കൾ കുടുംബത്തിൽ കാണും. അങ്ങയോടൊപ്പം ഉണ്ടോ എത്ര പേരെ ഞാൻ എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ എൻ്റെ ഗുരു, എൻ്റെ പരദേവതയുടെ സപ്പോർട്ടാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ഞാനെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഞാൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളിലെ ഒരാളിനെ പോലെ തന്നെയാണ്. അതിൻ്റെ പിന്നിൽ നമ്മളെ നയിക്കുന്ന അദൃശ്യമായ ഒരു ശക്തിയുണ്ട്. ഇതില്ലാതെ ഒരാളും സക്സസ് ആയിട്ടില്ല. ഒന്ന് നമുക്ക് ഉദാഹരണം തന്നെ എടുക്കാം. നമ്മളെ ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ കൊണ്ടിരിക്കുന്ന വലിയ ഒരു സന്യാസി വരികയാണ്, ഒരു യോഗി. അദ്ദേഹം ആശ്രമത്തിൽ നിന്ന സമയത്ത് ആ ആശ്രമത്തിലുണ്ടായിരുന്ന ഒരു യോഗിയുടെ ആത്മാവ് അദ്ദേഹത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. ഈ ലോകത്ത് മൊത്തം പോയി അദ്ദേഹത്തിന് അഖണ്ഡ സാമ്രാജ്യ യോഗമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജാതകമൊക്കെ, അതായത് 1950 ശരിക്ക് സെപ്റ്റംബർ മാസം 17-ാം തീയതി രാവിലെ 11 മണിക്കാണ് അദ്ദേഹം ജനിച്ചത്. പ്രധാനമന്ത്രിയുടെ ജാതകം നോക്കിയിട്ട്